ഇന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു മെസ്സേജ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടി കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എനിവേ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അവയർനെസ് ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് സബ്സ്ക്രൈബർ ചോദിച്ചതിന് ഓൾറെഡി ജോലി ഓഫറും കാര്യങ്ങളെല്ലാം കിട്ടി, ഓഫർ ലെറ്റർ എല്ലാം കിട്ടി കഴിഞ്ഞ ശേഷം വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ഡോക്യുമെന്റ്സ് അയക്കാൻ പറഞ്ഞപ്പോൾ മാർക്ക് ലിസ്റ്റുകൾ സ്കാൻഡ് അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്തതുകൊണ്ടോ എനിക്ക് തോന്നുന്നു അവര് ഒരു ആസ് പെർ ദ PDF അല്ലെങ്കിൽ അങ്ങനെ ഒരു റേഷ്യോയിലല്ല തോന്നുന്നു ഉണ്ടാക്കിയത്, റിജക്റ്റഡ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പൊ ആ ഒരു കാരണത്താൽ വിസ പ്രോസസ്സിങ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, വിസ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് റിജക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു വിസ എടുത്തു തരാം, അപ്പൊ അതാവുമ്പോൾ കുഴപ്പമില്ല, 2 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നോക്കാന്നാണ് ആ ഒരു എംപ്ലോയിയുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഈ ഇത് ശരിയാണോ? അതായത് അൺസ്കിൽഡ് വിസ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ, സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ലേബർ ലോ അനുസരിച്ചിട്ട് നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ളതിൽ നമുക്ക് സ്കിൽഡ് വിസ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അൺസ്കിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് മീൻസ് ആ ഒരു വിസയിൽ വേറെ എന്തെങ്കിലും, അതായത് നേഴ്സിംഗ് അല്ലാത്ത പ്രൊഫഷൻ അല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ റിസപ്ഷനിസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു വിസയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആസ് പെർ ലേബർ ലോ അനുസരിച്ചിട്ട് റോങ് ആണ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫൈൻ എംപ്ലോയിക്കും കിട്ടും, അതുപോലെ തന്നെ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആ ഒരു ക്ലിനിക്കിലും കിട്ടും. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് റിജക്റ്റഡ് ആയി വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അതിൽ ഓൾറെഡി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ അല്ല, അത് നിങ്ങളത് കറക്റ്റ് ആയിട്ടല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഡോക്യുമെന്റ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡോക്യുമെന്റ്സും സ്കാൻഡ് ചെയ്ത് നിങ്ങളൊരു കളർ കോപ്പി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ എവിടെയെങ്കിലുമൊക്കെ മെയിലിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ഫോൾഡറിലാക്കിയിട്ട് സ്കാൻ ചെയ്ത്, അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ഇപ്പൊ ആ എംപ്ലോയിയുടെ അടുത്ത് പറഞ്ഞത് അൺസ്കിൽഡ് വിസ എന്നുള്ളത്. അൺസ്കിൽഡ് വിസ വൺസ് അടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഫഷൻ നേഴ്സ് ആണ്, പക്ഷെ നമ്മുടെ വിസയ്ക്കകത്ത് നേഴ്സ് എന്നല്ല കൊടുത്തിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ അതിന്റെ അതിൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്യേണ്ടി വരും. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ഇഷ്യൂസ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എംപ്ലോയിക്ക് ഇപ്പൊ എന്തെങ്കിലും സാലറി ഡിലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ ഒരു ലേബറിൽ MHRൽ കംപ്ലൈന്റ് ത്രൂ പോണെങ്കിൽ പോലും അവർക്ക് പറ്റില്ല. എന്താ വെച്ചാൽ അവരുടെ പ്രൊഫഷനും വിസയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയിക്ക് എന്ത് കിട്ടും, വലിയ ഫൈനും കാര്യങ്ങളും ഒക്കെ കിട്ടി മേ ബി അവരുടെ ലൈസൻസ് തന്നെ റദ്ദാക്കാനോ അല്ലെങ്കിൽ പല ആക്ഷനുകളും ഉണ്ടാവും. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് വൈസ് ലീഗലി അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനത്തെ ഇതിലൊന്നും പോയി ചാടി വീഴരുത്. അവരുടെ ഡോക്യുമെന്റ്സ് ഇതായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, നല്ലൊരു ഇതിലേക്ക് കൊടുത്തിട്ട് ഒരു ടൈപ്പിംഗ് സെന്ററോ കാര്യങ്ങളിലോ പോയിട്ട് നന്നായിട്ട് സ്കാൻ ചെയ്തിട്ട് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്ക് പറയുന്ന പോലെ തന്നെ ഓക്കെ അൺസ്കിൽഡ് വിസ അടിക്കാം, ഓക്കെ എനിക്കിപ്പോൾ വിസ വേണം, അതായത് ആ ഒരു എംപ്ലോയിയുടെ എന്ന് വെച്ചാൽ 17-ാം തീയതി വിസിറ്റിംഗ് വിസ തീരുവാണ്, അപ്പൊ അതിന് മുന്നേ അവർക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അബദ്ധവശാൽ നമുക്ക് അത് ആ 2 ഇയറും നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പൊ ആരും അങ്ങനത്തെ മണ്ടത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ സ്കിൽഡ് എന്താണോ, സ്കിൽഡ് എന്തെങ്കിൽ ആ ഒരു വിസ തന്നെ നിങ്ങൾ എടുക്കുക. അല്ലാണ്ട് വേറെ ഇതിലൊന്നും പോയി ചാടി വേറെ വിസയും കാര്യങ്ങളൊന്നും എടുത്ത് വർക്ക് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പൊ ഇത് ആ സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ, അതായത് ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, നാട്ടിൽ നിന്ന് കയറി വരാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് സ്കാൻ ചെയ്ത് കളർ കോപ്പി തന്നെ നിങ്ങളുടെ ഇതിലേക്ക് വയ്ക്കുക. ആസ് പെർ ദ സ്കാനിങ് ആസ് പെർ ദ ഇതിൽ റേഷ്യോസിലൊക്കെ കുറെ ചോദിക്കാറുണ്ട് ഡോക്യുമെന്റ്സ് എന്താക്കുക, PDF ആക്കുക. എപ്പോഴും PDF ആക്കിയിട്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളും വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അപ്പൊ ഒരിക്കലും നമുക്ക് റിജക്ഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ എന്ത് ചെയ്യുക, ഇതെല്ലാം ശ്രദ്ധിക്കുക. ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നമുക്കിപ്പോ ഓരോ വിസയ്ക്കും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കറ്റഡ് ആയിട്ട് പല കാരണങ്ങളും കൊണ്ടും വരാം. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലിയർ അല്ലാത്തതോ അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്തതോ അല്ലെങ്കിൽ സ്കാൻഡ് അല്ലാത്ത PDF ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്യൂസ് കാര്യങ്ങൾ വരും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു PDF സ്കാൻഡ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുക. അൺസ്കിൽഡ് ആയിട്ടുള്ള ലൈസൻസോ അൺസ്കിൽഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈസൻസ് കാര്യങ്ങളെല്ലാം
ആക്റ്റീവ് ആക്കി തരുന്നുണ്ടോ, ആ ഒരു കമ്പനിയുടെ അണ്ടറിൽ ലൈസൻസ് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്തിയിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുക. ചിലവരൊക്കെ ഓക്കെ ലൈസൻസ് ആക്റ്റീവ് ആയിട്ട് ആക്കിയിട്ടുണ്ടെന്ന് പറയും, നിങ്ങൾ അത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. എല്ലാവരും അങ്ങനെയല്ല പറയുന്നത്, പക്ഷെ ചില കമ്പനികളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തിയതിന് ശേഷം ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് ഇതാക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ ഒക്കെ വന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ അൺല ഒരു വിസ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാണ്. നമുക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അറിഞ്ഞിട്ടാണ് ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നത്. എപ്പോഴും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺട്രാക്ട് കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യുക. അതിലെന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ഇതിൽ തന്നെ പോയി കറക്റ്റ് പ്രോപ്പർ ഒരു ഇതിൽ തന്നെ പ്രൊഫഷനിൽ തന്നെ പോയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അബദ്ധങ്ങൾ ചെയ്യരുത്. ജോലി കിട്ടി എന്ന് പറഞ്ഞ് എടുത്ത് ചാടി ഓരോ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പൊ ഇതായിരുന്നു ആ സബ്സ്ക്രൈബറുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും റിലേറ്റഡ് നഴ്സിംഗ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് കമന്റ് ചെയ്യാൻ, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.